എൻ്റെ പേര് ലിൻറ്റോ എന്നാണ്. ഇത് എൻ്റെ വീട് ഇരിക്കുന്നത് ഇപ്പോൾ വെണ്ണൂർ അന്നവട പഞ്ചായത്ത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഞാൻ ഒറിജിനലി ബേസ്ഡ് ബാംഗ്ലൂരിലാണ്. ഞാൻ അവിടെ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. മൈ വർക്ക് പ്രൊഫൈൽ അത്രേ ഉള്ളൂ. സോളാർ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒരെണ്ണം എൻ്റെ എംപ്ലോയർ കൂടുതൽ ഈക്കോ ഫ്രണ്ട്ലി ഇതിനെ പ്രിഫർ ചെയ്യുന്ന ഒരു എംപ്ലോയറാണ്. അതുകൊണ്ട് ആ കൾച്ചറിൽ വന്നതുകൊണ്ട് ഞാൻ ഒരു EV ടാറ്റ നെക്സൺ എടുത്തു. അത് കൂടാതെ ഒരു TVS iQube കൂടെ ഉണ്ട്. സോ ഒരു 4-വീലറും ഒരു 2-വീലറും. അപ്പോൾ അത് എടുത്തപ്പോൾ തന്നെ ബുക്ക് ചെയ്തപ്പോൾ തന്നെ അതുകൊണ്ട് വരാവുന്ന ഇൻക്രിമെൻ്റൽ ഇലക്ട്രിസിറ്റി ബില്ല് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് ഒരു 3 കിലോവാറ്റിൻ്റെ ഒരു സോളാർ പ്ലാന്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്തത് ഓൾമോസ്റ്റ് ഫെബ്രുവരി 2022 ഇപ്പോൾ 2 കൊല്ലമാവുന്നു. എൻ്റെ കാറും ഏതാണ്ട് ആ സമയത്താണ് ഡെലിവറി ആയത്. സോ ഓൾമോസ്റ്റ് ഇൻസ്റ്റലേഷനും കാറിൻ്റെ ഡെലിവറിയും ഓൾമോസ്റ്റ് സെയിം ടൈം ആയിരുന്നു. പ്രീ ഇൻസ്റ്റലേഷൻ ഞങ്ങളുടെ ബില്ല് അധികം മാക്സിമം യൂസേജ് വരുന്നുണ്ടായില്ല. ബിക്കോസ് കോവിഡിൻ്റെ ടൈമാണ് വി മൂവ്ഡ് ഹിയർ. Pre-COVID, say the bill was around 400-500 for 2 months. കൂടുതൽ ബില്ലിങ് വരുന്നത് ഇപ്പോൾ എൻ്റെ വണ്ടി വീക്ക്ലി വൺസ് ചാർജ് ചെയ്യുമ്പോൾ അബൌട്ട് 30 യൂണിറ്റ്സ് അതിനും മന്ത്ലി അബൌട്ട് 120 യൂണിറ്റ്സ് കാറിന് തന്നെ യൂസ് ആവുന്നുണ്ട് ഇവിടെ ഉള്ളപ്പോൾ. ഇല്ലാത്ത സമയത്ത് മോസ്റ്റ് ഓഫ് ദി ടൈം എക്സ്പോർട്ടേ ആവണുള്ളൂ. മൂപ്പൻസായിട്ട് ഇറ്റ്സ് ബിൻ ഡീസെൻറ്റ് റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ ഇനീഷ്യലി ആഫ്റ്റർ ദി ഇൻസ്റ്റലേഷൻ ദ സപ്പോർട്ട് ഹാസ് ബിൻ ഗുഡ്. Even though the team is not local, കുറച്ച് അകലെ ആണെങ്കിലും they were cooperative and then they came and got it sorted. ഇത് ഇൻസ്റ്റലേഷന് ശേഷം ഞങ്ങൾ യൂസേജ് ആവാൻ വേണ്ടി ഇൻഡക്ഷൻ്റെ സ്റ്റൗവും കുക്കറും ഉണ്ടായിരുന്നു. അത് നേരത്തെ യൂസ് ചെയ്യില്ലായിരുന്നു. ബട്ട് ഇത് വെച്ച പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഓൾമോസ്റ്റ് എവറി ഡേ യൂസേജ് വരുന്നുണ്ട്. ഇൻഡക്ഷൻ സ്റ്റൗ യൂസ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ ഗ്യാസിൻ്റെയും യൂസേജ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് 2 മാസത്തിൽ ഒരു സിലിണ്ടർ യൂസ് ചെയ്തായിരുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് 4 മാസത്തിൽ ഒരു സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന് ഇൻസ്റ്റാളേഷന് ശേഷം ഒത്തിരി ആൾക്കാർ എൻ്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കസിനെ റെഫർ ചെയ്തിട്ട് ആളിവിടെ അങ്കമാലിയിൽ ചെമ്പന്നൂർ എന്ന സ്ഥലത്ത് ആളുടെ വീട്ടിലും മൂപ്പൻസിൻ്റെ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ അടുത്ത് തന്നെ 2 നെയ്ബേഴ്സും കൂടെ ഇൻസ്റ്റലേഷന് അവരുടെ ട്രസ്റ്റ് സ്റ്റോപ്പ് ആണെങ്കിലും തന്നെ അതിൻ്റെതായ സെറ്റപ്പും അറേഞ്ച്മെൻറ്റും ഒക്കെ ചെയ്ത് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ വന്ന ശേഷം ഇറ്റ് ടുക്ക് അബൌട്ട് 3 ദിവസം അവർ ലേബറേഴ്സ് വന്ന് മെറ്റീരിയൽ കൊണ്ടുവന്ന് സ്ട്രക്ചർ പണിതു. ഞങ്ങളുടെ ഫ്ലാറ്റ് റൂഫാണ്. സ്ട്രക്ചർ പണിത് അതിന് ശേഷം അതിൻ്റെ മുകളിൽ പാനൽസ് വയ്ക്കാറുണ്ട്. 9 പാനലാണ്. ഇൻസ്റ്റലേഷൻ വന്ന ടീമും അത്യാവശ്യം ക്ലീനായിട്ട് പണിയൊക്കെ ചെയ്തു. മാക്സിമം ഡാമേജ് അവോയ്ഡ് ചെയ്തു. എത്ര മിനിമം ഇതിൽ പണിയെടുക്കാൻ പറ്റുമോ അത്രയും അവർ ചെയ്തു. ആൻഡ് അത്യാവശ്യം ക്ലീനായിട്ട് വയറിങ്ങും അതിൻ്റേതായ ലൈറ്റിനിങ് അറസ്റ്ററോ എല്ലാ എക്വിപ്മെൻറ്റും എങ്ങനെയാണ് വർക്ക് ആവണേ, എന്താണ് പാർട്സ്, എന്താ യൂസേജ് എന്നൊക്കെ അത്യാവശ്യം ആൾക്കാരെ എക്സ്പ്ലെയിനും ചെയ്തു. 2 കൊല്ലത്ത് ഇപ്പോൾ യൂസേജ് എക്സ്പീരിയൻസ് വെച്ച് മൂപ്പൻസ് ഇസ് ഡൂയിങ് എ ഡീസൻറ്റ് ജോബ്. എന്ന് വെച്ചാൽ ചൂസ് ചെയ്യാൻ കാരണം തന്നെ അവരുടെ എക്സിസ്റ്റിംഗ് പ്രോജക്ട്സും പ്ലാൻസിനെ കുറിച്ച് ഞാൻ അത്യാവശ്യം ചെക്ക് ചെയ്തായിരുന്നു. ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് യെസ്.